Hi friends, welcome to Commerce Bytes. I hope you people are all doing well. ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 തിയറീസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ 4 അപ്രോച്ചസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച്. ഈ 4 അപ്രോച്ചിൽ നിന്ന് ഏതെങ്കിലും ചിലപ്പോൾ ഒന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ ഈ 4 എണ്ണവും കൂടെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാൻ വളരെയധികം ചാൻസ് കൂടുതലുണ്ട്. ഞാൻ നിങ്ങളോട് ബെറ്റ് ചെയ്യാം, ഐ ക്യാൻ ബി ഷുവർ ദാറ്റ് ഐ ഹാവ് 100% ഷുവർ ദാറ്റ് ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഓക്കെ, സോ നമ്മൾക്ക് വേഗം തന്നെ ഈ 4 അപ്രോച്ചസും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം, ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. ഓക്കെ, സോ നെറ്റ് ഇൻകം അപ്രോച്ച് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് ഡേവിഡ് ഡുറാൻഡ് ആണ്. ആൻഡ് ഈ ഒരു അപ്രോച്ചിനെ നമ്മൾ വിളിക്കുന്നത് റെലവൻസ് തിയറി എന്നാണ്. ഈ ഒരു തിയറീനെ റെലവൻസ് തിയറി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the debt using more than the value of the firm and the market price of the share increases. ഡെറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഫേമിൻ്റെ വാല്യൂവും കൂടും, അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയറും ഇൻക്രീസ് ചെയ്യും. എന്താണ്, ഡെറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫേമിൻ്റെ വാല്യൂവും കൂടും, അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയറും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദിസ് തിയറീനെ എപ്പോഴും എഫക്റ്റ് ചെയ്യുന്നത് വാല്യൂ ഓഫ് ദ ഫേമാണ്. നെറ്റ് ഇൻകം അപ്രോച്ചാണോ എങ്കിൽ ഉറപ്പിച്ചോ, അത് വാല്യൂ ഓഫ് ഫേമിനെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മറക്കരുത്, അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് പോയാൽ മതി. നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെ പ്രൊപ്പൗണ്ട് ചെയ്തത് ഡേവിഡ് ഡുറാൻഡ് ആണ്. ആൻഡ് ഈ ഒരു തിയറി റെലവൻസ് തിയറി എന്നും വിളിക്കും. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞ പോയിൻ്റ്, ഡെറ്റാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ വാല്യൂ ഓഫ് ദ ഫേമും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയറും കൂടുതലായിരിക്കും. ആൻഡ് നമ്മൾ പിന്നെ പറഞ്ഞൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ഒരു തിയറിക്ക് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് വാല്യൂ ഓഫ് ദ ഫേം ആയിരിക്കും. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ഇഫ് യൂസിങ് ഡെറ്റ് ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ലോ ബൈ കമ്പയറിങ് വിത്ത് ദ ഡിവിഡൻറ്റ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ ഡെറ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും, അല്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും ബൈ കമ്പയറിങ് വിത്ത് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം കുറവായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ഇതിൽ മെൻഷൻ ചെയ്യാനുള്ളത്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ പ്രസൻ്റ് ആയിരിക്കും. പറഞ്ഞ പോയിന്റ് എന്താണ്? ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെ 3 അസംഷൻസ് ഉണ്ട്. അത് വേഗം തന്നെ ഒന്ന് പറഞ്ഞു പോകാം. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അതായത് നമ്മളിപ്പോൾ ഡെറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡെറ്റിൽ എപ്പോഴും എന്താണ് വരുന്നത്? ഒപ്പം വരുന്നത് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഡിവിഡൻസ് ആണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇക്വിറ്റീൻ്റെ ഡിവിഡൻറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റ് വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഡെറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ മെയിനായിട്ട് പറയുന്ന വേറൊരു കാര്യം എന്താണെന്നറിയോ? എ ഫേം ക്യാൻ മിനിമൈസ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് ഫേം ആസ് വെൽ ആസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ബൈ യൂസിങ് ഡെറ്റ് ഫിനാൻസ് എന്ന്. നമ്മളുടെ ഫേമിന് മിനിമൈസ് ചെയ്യാൻ പറ്റും. എന്ത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അവർ മിനിമൈസ് ചെയ്യുമ്പോൾ അവർക്ക് വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ അവർക്ക് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഇക്വിറ്റി ഷെയറും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ബൈ യൂസിങ് ഡെറ്റ് ഫിനാൻസ്. നിങ്ങൾക്ക് നെറ്റ് ഇൻകം അപ്രോച്ചിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സമയം കളയാതെ നെക്സ്റ്റ് അപ്രോച്ചിലേക്ക് പോയാലോ? നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച്. ഈ ഒരു അപ്രോച്ചും പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് ഡേവിഡ് ഡുറാൻഡ് തന്നെയാണ്. ആൻഡ് ഈ ഒരു അപ്രോച്ച് വളരെയധികം കോമഡി ആയിട്ട് തോന്നും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൊട്ട് മുന്നേ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള നെറ്റ് ഇൻകം അപ്രോച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള ഡേവിഡ് ഡുറാൻഡ് തന്നെയാണ്. ആൻഡ് ഇപ്പോൾ പറയാൻ പോകുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് നെറ്റ് ഇൻകം അപ്രോച്ച് എന്നാണ്. നിങ്ങൾ എന്താണോ നെറ്റ് ഇൻകം അപ്രോച്ചിൽ പഠിച്ചത് അത് ഒന്ന് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് ടപ്പേന്ന് പറഞ്ഞ് പഠിക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചിൽ പറയുന്നത് ഡെറ്റ് ഇസ് നോട്ട് അഫക്റ്റിംഗ് ദി വാല്യൂ ഓഫ് ദ ഫേം എന്നാണ്.
നമ്മളിവിടെ പറഞ്ഞ എന്താണ്, ഡെറ്റ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ദ ഫേമും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയറും കൂടും എന്നല്ലേ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ, ഡെറ്റ് ഇസ് നോട്ട് എഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം എന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? ആൻഡ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ എന്താണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന്. ഇവിടെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ NOI, അതായത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. അത് ഉദ്ദേശിക്കുന്നത് EBIT ഇല്ലേ, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഇതിനെയാണ് വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ നമ്മൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്, ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് EBIT അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ K0O എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യത്തിനാണ് വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ പറയുന്ന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഡെറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അവിടെ കൂടുതൽ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓവറോൾ കോസ്റ്റ് കൂടും. അതുകൊണ്ട് തന്നെ നമ്മളുടെ വാല്യൂ കുറയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതൊരു ഇർറെലവൻസ് തിയറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു റെലവൻസ് തിയറിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് നെറ്റ് ഇൻകം അപ്രോച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റെലവൻസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇർറെലവൻസ് തിയറിയാണെന്ന്. ഓക്കെ, സോ നെറ്റ് ഇൻകം അപ്രോച്ചും അതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചിനെ പറ്റി ഏകദേശം നിങ്ങൾക്ക് ഈ രണ്ട് അപ്രോച്ചിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി നമ്മൾക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ട്രഡീഷണൽ അപ്രോച്ചും അതുപോലെ തന്നെ MM അപ്രോച്ചും നമ്മൾക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ട്രഡീഷണൽ അപ്രോച്ചിനെ നോക്കാം. ട്രഡീഷണൽ അപ്രോച്ച് ഇസ് ഓൾസോ നോൺ ആസ് ഇൻ്റർമീഡിയറ്റ് അപ്രോച്ച്. അതായത് നമ്മളുടെ നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചില്ലേ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അത് രണ്ടും ടു എക്സ്ട്രീം ആയിട്ടാണല്ലോ നിൽക്കണേ. സോ അത് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ഇൻ ബിറ്റ്വീൻ വരുന്ന അവർ തമ്മിലുള്ള ആ ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് ട്രഡീഷണൽ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന തിയറി എന്ന് പറയുമ്പോൾ value of the firm can be increased initially or the cost of capital can be decreased. അപ്പോൾ ആദ്യം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും എന്ന് പറയുന്നത് എങ്ങനെയാണ്, ബൈ യൂസിങ് മോർ ഡെറ്റ് ആസ് എ ഡെറ്റ് ഇസ് ദ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് ദാൻ ഇക്വിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമെന്ന്. അത് എന്തുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നത്, അത് നമ്മൾ കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ വരുമ്പോൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ റീച്ചസ് ദ പ്രോപ്പർ ഡെറ്റ് ഇക്വിറ്റി മിക്സ്. ഇവിടെ പ്രോപ്പർ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രോപ്പർ ഡെറ്റ് ഇക്വിറ്റി മിക്സിലായിരിക്കും. ആൻഡ് ബിയോണ്ട് ദ പോയിൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് ഇൻക്രീസ്ഡ് ഡെറ്റ് ഇൻക്രീസസ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ നിങ്ങൾക്ക് എന്താണ് ട്രഡീഷണൽ അപ്രോച്ച് എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്, ഒരു അറ്റ് എ സർട്ടൺ പോയിൻ്റ് വരെ ഡേറ്റ് പ്രസൻറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്തോട്ടെ, ട്രഡീഷണൽ അപ്രോച്ച് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് സോളമൻ എസ്ട്രേ ആണ്. ഓക്കെ, now let's move to the last approach, that is MM approach, Modigliani-Miller approach. സോ മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ച് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് ഫ്രാങ്കോ മോഡി ആൻഡ് മില്ലർ ആണ്. ഈ ഒരു മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ച് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളിതിൽ 2-3 പോയിൻ്റ് ഞാൻ ഈ മെൻഷൻ ചെയ്യുന്ന പോയിൻറ്റുകൾ മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. 2 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പ്രസൻസ് ഓഫ് കോർപ്പറേറ്റ് ടാസ്കും അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സും. ഓക്കെ, സോ പ്രസൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സിൽ വരുന്നത് റെലവൻസ് തിയറിയും. റെലവൻസ് തിയറിയിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മളുടെ ആ നെറ്റ് ഇൻകം അപ്രോച്ച് ഇല്ലേ അതിൽ നമുക്ക് എന്താണോ അറിയുന്നത് അതാണ് ഈ പ്രസൻസ് ഓഫ് കോർപ്പറേറ്റ് ടാസ്കിൽ വരുന്നത്. അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ് ഇല്ലേ അത് നമ്മളുടെ ഇറെലവൻസ് തിയറി, അതായത് രണ്ടാമത് വരുന്ന നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് ആണ് ഉദ്ദേശിക്കുന്നത്. സോ പ്രസൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സിൽ വരുന്നത് റെലവൻസ് തിയറി. റെലവൻസ് തിയറിയിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, എഫക്റ്റ് വാല്യൂ ഓഫ് ദ ഫേം. ഇനി ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സിൽ എന്താണ് പറയുന്നത്, ഇറെലവൻസ് തിയറി ആൻഡ് ഇറ്റ് ഡു നോട്ട് എഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ,
ഈ അപ്രോച്ചിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. കാരണം എല്ലാ അസംഷൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു അപ്രോച്ചിൽ വരുന്ന അസംഷൻസ് ഞാൻ 1 by 1 ആയിട്ട് പറയാം. നിങ്ങൾ എന്തായാലും നോട്ട് ഡൗൺ ചെയ്യണം. കാരണം ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഫോർ ഷുവർ ആണ്. ഓക്കെ, ഇനി നമുക്ക് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നോ കോർപ്പറേറ്റ് ടാക്സ്. ഇനി നെക്സ്റ്റ് വൺ പെർഫെക്റ്റ് മാർക്കറ്റ് ആയിരിക്കും. ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആക്ട് റാഷണലി. പിന്നെ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് എക്സ്പെക്റ്റഡ് ഏർണിംഗ് ഓഫ് ഓൾ ദ ഫേം ഹാവ് ഐഡൻറ്റിക്കൽ റിസ്ക് ക്യാരക്ടറിസ്റ്റിക്സ്. എല്ലാവർക്കും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏർണിംഗ് ഓഫ് ഓൾ ദ ഫേമിനും ഒരു ഐഡൻറ്റിക്കൽ റിസ്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. പിന്നെ നമ്മൾ പറയുന്നത് കട്ട് ഓഫ് പോയിന്റ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ഫേം ഇസ് ക്യാപിറ്റലൈസേഷൻ റേറ്റിലായിരിക്കും. ആൻഡ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഇത്ര പോയിന്റ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ദർ ഇസ് നോ കോർപ്പറേറ്റ് ടാക്സ്, ദെൻ പെർഫെക്റ്റ് മാർക്കറ്റ് ആണ്, ഇൻവെസ്റ്റേഴ്സ് ആക്ട് റാഷണലി. പിന്നെ നമ്മൾ മെൻഷൻ ചെയ്തത് എക്സ്പെക്റ്റഡ് ഏർണിംഗ് ഓഫ് ഓൾ ദ ഫേം ഹാവ് ഐഡൻറ്റിക്കൽ റിസ്ക് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ പറഞ്ഞത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത്ര പോയിൻ്റാണ് എനിക്ക് ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാ പോയിൻറ്റ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് കൊമേഴ്സിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. വെയിറ്റ് ഫോർ ദാറ്റ്. So till then, work hard and study well. That's it for now. Let's see in the next video. Till then, bye. Thank you.